പ്രിയ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിൽ വിങ്ങി പുതുപ്പള്ളി. ഓർമ്മപ്പൂക്കളുമായി ഒന്നാം ചരമവാർഷിക ദിനത്തിൽ നാട് കല്ലറക്കരികിലേക്ക് എത്തി. ഉമ്മൻചാണ്ടി ഇന്നും ആൾക്കൂട്ടത്തിന് നടുവിലായിരുന്നു. ഓർമ്മപ്പൂക്കളുമായി എത്തിയവർക്ക് നടുവിൽ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ പുലർച്ചെ മുതൽ രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങൾ പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയ്ക്കരികിലെത്തി. തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എന്ന പോലെ. പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിന്റെ ഓർമ്മകളിൽ പലരും കണ്ണീരൊഴുക്കി. ഓർക്കാനും പറയാനും ഒരുപാട് കുഞ്ഞുഞ്ഞു കഥകൾ. ഇവിടെ വന്നു രണ്ടു തുള്ളി കണ്ണീര് കളയാതെ പോകത്തില്ല. അതുപോലെ ഞങ്ങൾക്ക് ഉപകാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്നാ ഇനി ആരോട് എന്നതാ സാറേ പറയുന്നത്? ഒന്നും പറയാനില്ലെന്നാ ഇവിടെയായാലും വന്ന് ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്ത. ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹത്തിന് നന്ദി എന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ. ഒരു വർഷം ഒരു ദിവസം പോലും അദ്ദേഹത്തിന്റെ പേര് കേൾക്കാതെ ഇരുന്നിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും തന്ന സ്നേഹത്തിന് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു വർഷം ഓർത്തെടുക്കാൻ സഹപ്രവർത്തകർക്കും സങ്കടം. വിശ്രമമില്ലാതെ പൊതുജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷമായി ഈ കല്ലറയിൽ വിശ്രമിക്കുകയാണ് എന്ന് കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. പൂർണ്ണമായും ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവ് എന്നാണ് അനുസ്മരണ സമ്മേളനത്തിൽ ഗവർണർ ഉമ്മൻചാണ്ടിയെ വിശേഷിപ്പിച്ചത്. ജനങ്ങൾക്ക് ഒപ്പം നിന്ന നേതാവ് ആയിരുന്നു ഉമ്മൻചാണ്ടിജി. പുതുപ്പള്ളിയുടെ ജനനായകന്റെ ഓർമ്മയ്ക്കായി മണ്ഡലത്തിൽ വിദ്യാഭ്യാസ, ജീവകാരുണ്യ, കായിക രംഗത്ത് നിരവധി പദ്ധതികൾക്കും തുടക്കം കുറിച്ചു. ഉമ്മൻചാണ്ടിക്ക് പൊതുസ്മാരകമില്ലെങ്കിലും ജനമനസ്സുകളിൽ അദ്ദേഹം മരിക്കാത്ത ഓർമ്മയാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ന് പുതുപ്പള്ളി പള്ളിമുറ്റത്തെത്തിയ ആൾക്കൂട്ടം. അനീഷ് തോട്ടയ്ക്കാടിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.